എനിക്ക് തോന്നുന്നു സതീഷ് ഗോപിയും നമ്മൾ ഏലിയാസ് ഞങ്ങൾ രണ്ടുപേരും ഒരു കാലത്ത് നമ്മുടെ ജനപക്ഷം അത് കഴിഞ്ഞിട്ട് PMAC എന്ന് പറഞ്ഞ മൂവ്മെൻ്റ് ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഗത്ത് നമ്മൾ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്തതിന് കൈയും കണക്കുമില്ല. പലപ്പോഴും ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഞങ്ങളുടെ കൂടെ ഫ്രണ്ടിൽ ആ കാലത്ത് നിന്ന് സുരേഷ് ഗോപിയൊക്കെ ആയിരുന്നു തൊട്ട് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ അന്ന് നമ്മൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പം നമ്മൾ ആ പോർട്ട് വരുന്നു, നമുക്ക് പോർട്ടിൻ്റെ വരാനായി ഒരു കരാർ ഒപ്പിടുന്നു ഒക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അതൊക്കെ ഹിസ്റ്ററിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, നമ്മൾ വിഴിഞ്ഞം കോൺക്ലേവ് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് കേരളയിലും ഈ പദ്ധതിയാണ് പ്രസൻറ്റ് ചെയ്തത്. അവിടെ പദ്ധതി പ്രസൻറ്റ് ചെയ്തപ്പോൾ ഷറാഫ് ഗ്രൂപ്പ് 5000 കോടി രൂപ വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. 5000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പം എല്ലാവരും കൈയടിക്കുന്നു, പാസ്സാക്കുന്നു. ഷറാഫ് ഗ്രൂപ്പ് തിരിച്ചിവിടെ വരുന്നു, ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പം അവർക്ക് വേണ്ടി വരുന്ന ഒരു ഭൂമിയോ അവർക്ക് വേണ്ടി വരുന്ന ഒരു ഫെസിലിറ്റിയോ അക്വയർ ചെയ്ത് കൊടുക്കാൻ ഗവൺമെൻറ് പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് സ്ഥിരമുള്ള കാര്യമാണ്. കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഭൂമിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ 96 ലക്ഷം ഏക്കർ ഭൂമിയേ ഉള്ളൂ. അതുപോലെ തിരുവനന്തപുരം എന്ന് പറയുന്നത് 5.5 ലക്ഷം ഏക്കറേ ഉള്ളൂ ഭൂമി. അതിൽ നമുക്ക് കടലുണ്ട്, നദിയുണ്ട്, എല്ലാം ഉണ്ട്, കായലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഭൂമിയുടെ ലഭ്യത ആവശ്യം പോലെ ഉണ്ട്. ഭൂമിയില്ല, ഇവിടെ വരുമ്പോൾ പറയുന്നത് നമുക്ക് ഭൂമിയില്ല, ഭൂമി കുറവാണ്, അപ്പം നമുക്ക് വേറെ മാർഗ്ഗമില്ല. കാരണം ഭൂമിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന എക്സ്ക്യൂസസ് ഒട്ടും ഒരു എക്സ്ക്യൂസസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ക്യൂസസ് അല്ല. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. സർക്കാരിന് തീർച്ചയായിട്ടും ഇതിന് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാം. ഈ ഇരിക്കുന്ന സ്ഥലത്ത് 15 കിലോമീറ്റർ ചുറ്റളവിൽ, വിഴിഞ്ഞം ചുറ്റളവിൽ എത്ര ഭൂമിയുണ്ടെന്ന് സർക്കാരിന് സുഖമായിട്ട്, അവർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, പഞ്ചായത്തുണ്ട്, തഹസിൽദാറുണ്ട്, ഇവരെല്ലാം കൂടെ വെച്ചിട്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കളക്ട് ചെയ്ത് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുവരാൻ പറ്റും. ഇന്നലെ ഞങ്ങളുടെ ഭാഗത്തിന് ഞങ്ങളൊരു പരസ്യം കൊടുത്തത്, പരസ്യമല്ല പ്രസ് റിലീസ് കൊടുത്തു. ആ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്ക് ഭൂമിയുണ്ടെങ്കിൽ വിൽക്കപ്പെടാൻ 50 സെൻറ്റ് മുകളിലുള്ളത് ഞങ്ങൾ പറഞ്ഞു, 50 സെൻറ്റ് മുകളിലുള്ള ആൾക്കാർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ ഇതിന് ലീസിന് കൊടുക്കാനോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിന് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ബന്ധപ്പെടുക. അതിൻ്റെ റോഡിൻ്റെ വീതി, അതിൻ്റെ ഭൂമിയുടെ വ്യവസ്ഥ വെച്ചിട്ട് പറയുക, അവരുടെ സർവേ നമ്പർ, വില്ലേജ്. ഇന്ന് വൈകിട്ട് വരെ നമുക്ക് ഏകദേശം ഒരു 50 കോളം വന്നിട്ടുണ്ട്. ഭൂമി ഇല്ലയെന്ന് പറഞ്ഞ ആൾക്കാർ 50 സെൻറ്റ് മുതൽ 35 ഏക്കർ വരെ ഒരാൾ ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭൂമി ഇല്ലയെന്ന് പറയുന്നതിനകത്ത് യാതൊരു യോജിപ്പില്ല. കാര്യം ഈ വന്നിരിക്കുന്ന ആൾക്കാരെ സമീപിക്കാനായിട്ട് അവർ തയ്യാറായി. എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നു? കാര്യം സർക്കാരിൻ്റെ ഭാഗത്തിന് ഉള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന പ്രസ് റിലീസ് പോലെ സർക്കാരിന് സുഖമായിട്ട് പ്രസ് റിലീസ് ഇറക്കായിരുന്നു. സർക്കാർ ഇതിനു വേണ്ടി ഭൂമി നോക്കുന്നു, താല്പര്യമുള്ള ആൾക്കാർ കിൻഫ്രയെ സമീപിക്കുക, കിൻഫ്ര നടപടിക്രമങ്ങൾ പാലിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്നത്, കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും നമ്മളിവിടെ മേൽപ്പാലം പണിഞ്ഞു കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന് 5 വർഷം കാത്തിരിക്കേണ്ടി വരും. ആ പാലം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതേ സ്ഥിതിയാണ് ഇവിടുത്തെ കാര്യം. നമുക്കിത് നേരത്തെ ശ്രീ ഏലിയാസ് പറഞ്ഞ പോലെ 2015 പോർട്ടിൻ്റെ പരിപാടി തുടങ്ങി. 10 വർഷം പിടിച്ചു. 10 വർഷത്തിനകത്ത് ഒരു പോർട്ടിന് വേണ്ടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളത് അവർ അന്യ രാജ്യങ്ങളിൽ പോയി. ഇപ്പോൾ അവരെല്ലാവരും പുറം രാജ്യത്ത് യാത്ര ചെയ്യുന്നവരാണ്. ദുബായ് പോയിട്ടുണ്ട്, കൊളംബോ പോയിട്ടുണ്ട്, സിംഗപ്പൂർ, എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും കാണാൻ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന പദ്ധതിക്ക് വേണ്ടി വരുന്ന ഏറ്റവും എക്സാമ്പിളായിട്ടുള്ള ഭൂമി എന്താണ്? കാര്യം അലൈഡ് ആക്ടിവിറ്റീസ് എന്ത് വരുന്നു? ഈ പോർട്ടായിട്ട് റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ്, ട്രാൻസ്ഷിപ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ അല്ലാത്ത ഒരു ഗേറ്റ് വേ കാർഗോ വന്നാൽ, ഗേറ്റ് വേ കാർഗോ വരുമ്പോൾ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് വേണ്ടി വരുന്നത്? അപ്പം ഫണ്ടമെൻ്റലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇപ്പോൾ സതീഷ് ഗോപി പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറാണ്. റോഡ്സ് ഫണ്ടമെൻ്റലി നല്ല റോഡ്, നല്ല റെയിൽവേ കണക്ടിവിറ്റി. 10 വർഷം വേണ്ടല്ലോ ഒരു റോഡ്. ഇപ്പം നമുക്ക് ഇവിടുന്ന് വിഴിഞ്ഞത്തിന് ബാലരാമപുരത്ത് പോകുന്നതിൻ്റെ റെയിൽ കണക്ടിവിറ്റി 9 കിലോമീറ്റർ, 9.5 കിലോമീറ്റർ, അല്ലെങ്കിൽ 10 കിലോമീറ്റർ. അപ്പം അത് അണ്ടർഗ്രൗണ്ട് പാതയാണെങ്കിൽ എത്രയും നേരത്തെ ഇത് ചെയ്യായിരുന്നു. ഇതിന് വലിയ ഡിലേ ഒന്നുമില്ല. അപ്പോൾ അതിനുള്ള ഭൂമി എക്വയർ ചെയ്യായിരുന്നു. അപ്പോൾ ഭൂമി എക്വയർ ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ അതിനുള്ള പദ്ധതി കൊടുക്കായിരുന്നു. അതിന് വേണ്ടിയുള്ള കാര്യം നമുക്ക് ഡൽഹിയിലൊക്കെ റെസിഡൻ്റായിട്ടുള്ള കേരള ഗവൺമെൻറ് റെസിഡൻറ്റ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടല്ലോ. അവർക്ക് ഈ റെയിൽവേ മിനിസ്ട്രിയായിട്ട് കോർഡിനേറ്റ് ചെയ്യാമായിരുന്നല്ലോ. നേരത്തെ ഇത് പ്ലാൻ ഭാഗത്ത് അവരുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ആ ബഡ്ജറ്റിനകത്ത് ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമായിരുന്നല്ലോ.
അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പണി ഇവിടെ നമ്മൾ തുടങ്ങി. കഴക്കൂട്ടം മുതൽ അങ്ങോട്ട് തുടങ്ങി, ബാക്കി കഴിഞ്ഞ് കേരള സർക്കാർ വന്ന് നല്ല രീതിയിൽ ഹൈവേ പണി നടക്കുന്നു. അപ്പോൾ പണി നടക്കുമ്പം ഈ കണ്ടെയ്നർ പോകുന്നതിൻ്റെ റോഡിൻ്റെ വീതി കണക്കാക്കിയിട്ട് ആ കണ്ടെയ്നറിന് വേണ്ടിയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർസെക്ഷൻ, ക്ലോവർ ലീഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ക്ലോവർ ലീഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 40-50 ഏക്കർ സ്ഥലം വേണം, 10-600 കോടി രൂപ ചിലവ് വരും. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴും തർക്കം നടക്കുക. അത് വിസിൽ ഒരു സൈഡ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഒരു സൈഡ് കിടക്കുന്നു, അദാനി പോർട്ട് വേറെ സൈഡ് കിടക്കുന്നു, നാഷണൽ ഹൈവേസ് പോർട്ടുകാർ ഇപ്പുറത്ത് കിടക്കുന്നു, പോർട്ട് അതോറിറ്റീസ് വേറെ. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഒരു കുറവില്ല. ഇത് ഹൂൾ ബെൽഡ് എ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൂച്ചയ്ക്ക് ആരും മണി കിട്ടും എന്നോ ആർക്കും തീർച്ചയായില്ല. ഇത് ഇങ്ങനെ നമ്മൾ ഈ ബോൾ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നു, ആ ബോൾ എടുത്ത് ഇപ്പുറത്ത് എറിഞ്ഞു കൊടുക്കുന്നു. നമ്മളിങ്ങനെ എറിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം മണ്ണും ചാരി തിന്നവൻ പെണ്ണും കൊണ്ടുപോയ പോലെ തമിഴ്നാട് അടിച്ചുകൊണ്ട് പോയി. അവർ തൊട്ടടുത്ത് സ്ഥലമെടുത്ത് കാര്യങ്ങൾ ഭംഗിയാക്കി ഗവൺമെൻറ് ഓർഡർ ഇറക്കി കഴിഞ്ഞു. അവർക്കറിയാം ദി പൊട്ടൻഷ്യൽ എന്നാണ് അവർക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഇവിടെ 400 കപ്പൽ എത്തിക്കഴിഞ്ഞു, 10 ലക്ഷം കണ്ടെയ്നറുകൾ എത്തിയ 1 മില്യൺ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു മാസത്തിനകത്ത് 1 മില്യൺ കണ്ടെയ്നേഴ്സ് ആവും. അപ്പോൾ അവർക്ക് മനസ്സിലായി ദ പൊട്ടൻഷ്യൽ ഇസ് വെരി ഹൈ. കുളച്ചൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മൾ വിൽ മിസ് ദ ബസ് എന്ന് അവർക്ക് മനസ്സിലായി. ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ മിഷനറി ആക്ടിവേറ്റ് ചെയ്തു, അവർ കാര്യങ്ങൾ മൂവ് ചെയ്തു. ഞങ്ങൾ 2022 ഞങ്ങളുടെ ഭാഗത്ത് ചേംബറിലുള്ള ഞങ്ങളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, നമ്മുടെ വൈസ് പ്രസിഡന്റ് എല്ലാം കൂടെ ചെന്ന് നമ്മൾ ശ്രീ സ്റ്റാലിനെ കണ്ടപ്പം അതുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു സജഷനാണ് തിരുനെൽവേലി ട്രാൻഡം ഇൻഡസ്ട്രിയൽ കോറിഡോർ. ആ മീറ്റിങ്ങിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, അഗ്രികൾച്ചർ സെക്രട്ടറി എല്ലാവരും ഇരിക്കുക. ഞങ്ങളെ ഒരു മീറ്റിംഗ് അദ്ദേഹത്തിനെ കാണാൻ പോയതാണ്. ഇവരൊക്കെ എന്തിനാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. നമ്മുടെ ആ പാട് ചോദിച്ചു, വാട്ട് ഈസ് ദാറ്റ് യു ആർ കമ്മിങ് ഫ്രോം? വി ആർ ടോക്കിംഗ് അബൌട്ട്, വി വാണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ നമ്മുടെ ഭാഗത്തും കിട്ടിയ ഒരു ക്യൂ ആണ് അവർ ബാക്കി ഇത്രയും ഉദ്യോഗസ്ഥരെ പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് അവർ നോട്ട് ചെയ്യുക, എല്ലാവരും നോട്ട് എഴുതുന്നു. നമ്മൾ അന്ന് നോട്ട് എഴുതിയപ്പോൾ വിചാരിച്ചത് പേപ്പറിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് പോകുക, കേരളത്തിൽ നമ്മൾ നോട്ട് എഴുതുന്ന പോലെ അവിടെ കിടക്കും, പിന്നെ അത് നീങ്ങത്തില്ലാന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തുവാ, ഗവൺമെൻറ് ഓർഡറായി, അവർ ഫാസ്റ്റാണ്. 2260 ഏക്കർ ഓർഡറായി ജിയോ. ഇതേപോലെ പല സ്ഥലത്ത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് സർക്കാരിന് പണമില്ല. ഇപ്പോൾ റീസൺ എന്താണ് പറയുന്നത്, കിൻഫ്ര പാർക്കിന് ഇത് എക്വയർ ചെയ്യാനുള്ള പണമില്ല, പോട്ട്. എന്നാൽ പണമുള്ള ആൾക്കാർക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിനുള്ള പെർമിഷൻ കൊടുക്കുക. വലിയ കമ്പനീസ് വന്ന് ഇൻഡസ്ട്രിയൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഗവൺമെൻറ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുക. കാരണം കേരളത്തിൽ 15 ഏക്കർ മുകളിൽ ഒരു ഭൂമി നമുക്ക് എക്വയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന എന്താ, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ചെയ്യാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് ഗ്ലോബൽ ടെൻഡർ വിളിക്കട്ടെ. ആൻഡ് വി വിൽ ഹെൽപ്പ് യു ടു ഡു ദി ഫെസിലിറ്റേറ്റ്, ഈ അക്വിസിഷൻ ഫെസിലിറ്റേറ്റ് ചെയ്ത് തരാം. അല്ല, ഒട്ടേറെ എൻക്വയറി കൊമേഴ്സിന്, ചേംബർ ഓഫ് കൊമേഴ്സിന് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നമുക്ക് എൻക്വയറീസ് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈസ് ഓൺലി ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഇന്ന് ഇതിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ. ഇതിന് നമ്മളെ പോലെ ഒരു ഏജൻസി ഒരു ചേംബർ ഓഫ് കോമേഴ്സ് ആണ്. ഗവൺമെൻറ് പവർ എന്താണ്, ഗവൺമെൻറ്റിനുള്ള കപ്പാസിറ്റി എന്താണ് എല്ലാവർക്കും അറിയാം. അവർക്ക് കിൻഫ്ര ഉണ്ട്, KSIDC ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഗവൺമെൻറ് ചെയ്യാനുള്ള എല്ലാ കാര്യം ഈ ഗവൺമെൻറ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മിടുക്കന്മാരാണ്. നമ്മളിവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ആയാലും ശരി, ഇരിക്കുന്ന KSIDC MD മീർ മുഹമ്മദ് അലി, ഇവരെല്ലാം മിടുക്കന്മാരാണ്. അവർക്ക് ഫ്രീഡം കൊടുക്കുക, അവർക്കൊരു മാൻഡേറ്റ് കൊടുത്തിട്ട് പറയാം ലെറ്റ് us ഗോ, നമുക്ക് ഗവൺമെൻറ് എക്വയർ ചെയ്യാൻ പറ്റും. PPP മോഡൽ, നമുക്കൊരു PPP മോഡൽ അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലാൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്വയർ ചെയ്യാനുള്ള പദ്ധതി എങ്ങനെയാണ് നിയമം ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. കാര്യം നാട്ടുകാർക്ക് എക്വയർ ചെയ്യുമ്പോൾ നല്ല വില കൊടുക്കുക. നല്ല വില കൊടുക്കുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഭൂമി സറണ്ടർ ചെയ്യും. ഇതിപ്പോൾ അവർ എടുക്കുന്ന ഭൂമി അവർ നല്ല വില കൊടുത്തോ ഇല്ലെങ്കിലും അവർക്ക് 99 ഇയേഴ്സിനാണ് അവർ പാട്ടത്തിന് കൊടുക്കുന്നത്, ലീസ് കൊടുക്കുന്നത്. കേരളത്തിൽ 33 വർഷമേ ഉള്ളൂ. അപ്പോൾ 99 ഇയേഴ്സിന് ആൾക്കാർ പോവോ, 33 ഇയേഴ്സിന് വരുമോ. അപ്പോൾ അവിടെ വരുമ്പോൾ ഭൂമിയുടെ അവർ എടുക്കുന്ന ലീസ് റെൻറ്റ് ചിലപ്പോൾ ഇവിടുത്തെ കാലം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വരുന്ന ഒരാൾ നമ്മൾ ഭൂമി എക്വയർ ചെയ്ത് എല്ലാം വെച്ചിട്ട് ലീസ് റെൻറ്റ് കൊടുക്കുമ്പം അവിടുത്തെ ലീസ് റെൻറ്റിനാലും കൂടുതലാണ്. പ്ലസ് 33 വർഷത്തേക്കുള്ളെങ്കിൽ ആൾക്കാർ വരില്ല. തൊട്ടപ്പുറത്ത് 99 വർഷമുള്ളത്. ശരി, അങ്ങനെയൊക്കെ വരാം.